ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ നടന്ന RSS നേതാക്കന്മാരെ കാണൽ ഇയാൾക്കൊരു ശീലമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്ന പുള്ളി ആ മേലത്തെ കാക്കി കുപ്പായം കഴിച്ചിട്ട് അവിടെ ഒരു വെള്ള ഷർട്ടും അടിയിലെ കാക്കി പാൻറ്റും ഇട്ടിട്ട് നടന്നാൽ പോരെ. വെറുതെ എന്തിനാ സർക്കാരിന്റെ ശമ്പളം വാങ്ങി ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്നത്? കെ സുരേന്ദ്രൻ പോലും ഇത്രയും RSS നേതാക്കന്മാരെ ഈ ചുരുങ്ങിയ കാലയളവിൽ കണ്ടിട്ടുണ്ടാവില്ല. കെ സുരേന്ദ്രൻ ഹൊസബല്ലിയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ വാർത്തകൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? റാം മാധവുമായിട്ട് കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? കെ സുരേന്ദ്രൻ പോലും ഇത്രയും RSS നേതാക്കന്മാരെ ഈ ചുരുങ്ങിയ കാലയളവിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടാവില്ല. RSS നേതാക്കന്മാരെ സന്ദർശിക്കലും ചർച്ച നടത്തലും ഒരു ശീലമാക്കി മാറ്റിയ ഒരാള് ADGP സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിലല്ല, അത് നാഗ്പൂരിലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ADGPയെ മാറ്റാൻ CPI അന്ത്യശാസനം കൊടുത്തു. അന്ത്യശാസനം കൊടുത്തിട്ട് മാറ്റമില്ല. അന്ത്യശാസനത്തിന് ശേഷം വേറെ ഏതെങ്കിലും ശാസനം ഉണ്ടോ എന്ന് CPI വ്യക്തമാക്കണം. ഇനി എന്താ അടുത്ത നടപടി എന്നുള്ളത് CPI വ്യക്തമാക്കണം.